രോഹിത് കോഹ്ലി ഇവരുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇവർക്കിനി ടെസ്റ്റ് കളിക്കാൻ സാധിക്കില്ല, വിരമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ആരാധകർ പറയുന്നത്. BCCയും ഇത് തന്നെയാണ് ഇപ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ടെസ്റ്റിൽ നിന്ന് വിരമിക്കണം. യുവതാരങ്ങളെയായിരിക്കും ഇനി ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരുന്നത്. 5ാമത്തെ ടെസ്റ്റിലും ഇന്ത്യ തോറ്റിരിക്കുകയാണ്. 6 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ കളി ജയിച്ചത്. രോഹിത് ശർമ്മ കളിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ കളി തോറ്റു. ഇപ്പോൾ ഇതാ 5ാമത്തെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ടെസ്റ്റിൽ ഞാനാണ് ക്യാപ്റ്റൻ. എൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഓസ്ട്രേലിയൻ സീരീസ് കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ 3-1 ഓസ്ട്രേലിയൻ സീരീസ് ഞങ്ങൾ തോറ്റു. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് ഫോമാകാൻ സാധിച്ചില്ല. ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഞാൻ വേണമെങ്കിൽ ടെസ്റ്റിൽ നിന്ന് മാറി നിൽക്കാം. BCCI എന്താണോ പറയുന്നത് അത് ഞാൻ കൃത്യമായിട്ട് അനുസരിക്കും. ടെസ്റ്റിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ വിരമിക്കാം. യുവതാരങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കാം. സഞ്ജു സൂര്യ പോലുള്ള യുവതാരങ്ങൾ ടെസ്റ്റിലേക്ക് വരട്ടെ. അല്ലാതെ ഇനി ടെസ്റ്റ് ടീമിനെ രക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് ഒരു അവസരം കൂടി ആവശ്യമാണ്. ഞാൻ വീണ്ടും പഴയതുപോലെ തിരിച്ചു വരുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസിൽ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 185 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഓസ്ട്രേലിയ 181 റൺസിൽ ഓൾ ഔട്ടായി. ഇതോടുകൂടി ഇന്ത്യക്ക് പ്രതീക്ഷ വന്നു. എന്നാൽ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ 157 റൺസിൽ ഓൾ ഔട്ടായി. പിന്നീട് ബൗളിംഗിൽ പിടിക്കാമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. 162 റൺസിന്റെ ടാർഗറ്റാണ് ഇന്ത്യ ഓസീസിന് കൊടുത്തത്. പക്ഷേ അവസാനത്തെ ടെസ്റ്റിൽ ബുംറ കളിക്കാഞ്ഞതാണ് ഇന്ത്യക്ക് പണിയായത്. ലാസ്റ്റ് ഇന്നിംഗ്സിൽ ബുംറ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ ഓസീസിന്റെ വിക്കറ്റ് നേടിയേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ 5ാമത്തെ ടെസ്റ്റിൽ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.